ഇപ്പോൾ പത്രവിശേഷങ്ങൾ പറയാൻ ഇന്ന് ലിജോ വർഗീസ് ആണ് എനിക്കിപ്പോൾ. ലിജോ വർഗീസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. നിരവധി വാർത്തകൾ ഇന്ന് പത്രങ്ങളിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേരത്തെ അനുരു റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ PSCയുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വാർത്തകൾ പല പത്രങ്ങളിലായി നമുക്ക് കാണാൻ കഴിയും. കേരള കൗമുദിയുടെ ഹെഡ്ലൈൻ എന്ന് പറയുന്നത് ഡയറ്റ് ലിസ്റ്റും ഇടത്തോട്ട് എന്നാണ്. PSCക്കെതിരെ വീണ്ടും ഉദ്യോഗാർത്ഥികൾ യോഗ്യതയില്ലാതെ ജോലിയിൽ പ്രവേശിപ്പിച്ചു എന്നുള്ളതാണ് ഡയറ്റ് നടന്ന നിയമനവുമായി ബന്ധപ്പെട്ട് കേരള കൗമുദി റിപ്പോർട്ട് ചെയ്യുന്നത്. ഇടത് അധ്യാപക സംഘടനയായ KSTAയിലെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്കും വേണ്ടപ്പെട്ടവർക്കും പരിഗണന നൽകി ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, അതായത് ഡയറ്റ് ലെക്ചർ തസ്തികകളിലേക്ക് റാങ്ക് ലിസ്റ്റുകൾ തയ്യാറാക്കിയതായി പരാതി എന്നുള്ളതാണ് കേരള കൗമുദി അവരുടെ ഒന്നാമത്തെ പേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതേ കാര്യത്തിൽ നമുക്ക് മനോരമയിലേക്ക് വരുമ്പോൾ അത് KSAയും സംശയ നിഴലിൽ എന്ന വാർത്ത നമുക്ക് കാണാൻ കഴിയും. ക്രമക്കേട് ആരോപിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി എന്നുള്ളതാണ്. PSCക്ക് പേഴ്സണൽ സർവീസ് കമ്മീഷൻ എന്ന പേരിൽ, അതായത് PSCയെ ആ തരത്തിൽ പേഴ്സണൽ സർവീസ് കമ്മീഷൻ ആക്കി മാറ്റി എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് മനോരമ ആ വാർത്ത പറയുന്നത്. PSCയുടെ നിർണായക യോഗം ഉണ്ട് എന്നുള്ള കാര്യം കൂടി പറയുന്നു. അപ്പോൾ ഇത് രണ്ടാമത്തെ ആരോപണമാണ്. നേരത്തെ പറഞ്ഞത് ഡയറ്റ് ആണെങ്കിൽ ഇപ്പോൾ KSAയിലും പരീക്ഷ സംശയ നിഴലിലാണ് എന്ന് മനോരമ ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞ് പിന്നീട് മുമ്പോട്ട് വരുമ്പോൾ അത് വകുപ്പ് തല അന്വേഷണം നടക്കാൻ പോകുന്നു. ആരോഗ്യ വകുപ്പിൽ കോടികളുടെ ഉപകരണങ്ങൾ നശിക്കുന്നു. 10 വർഷത്തിനിടെ നടത്തിയ പർച്ചേസുകളിലാണ് അന്വേഷണം നടക്കുന്നതെന്ന് ദീപിക പത്രത്തിലെ ഒന്നാമത്തെ പേജിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തയായി അവരിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. മുൻ സർക്കാരിൻ്റെയുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്തയാണ്, അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിലാണ് ആ വാർത്ത ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയാം. വീണ്ടും മനോരമയിലേക്ക് വന്നാൽ അത് ഈ കഴിഞ്ഞ സർക്കാരുമായി ബന്ധപ്പെട്ട് തന്നെ മറ്റൊരു വാർത്തയാണ്. അത് സ്പീക്കറുടെ റൂളിംഗ് ഊരാളുങ്കലിന് വെട്ട് എന്നാണ്. ക്രമക്കേട് നിയമസഭയിലെ കരാറുകളിൽ നടപടി, പണം അനുവദിച്ച ഉത്തരവുകളടക്കം റദ്ദാക്കി. ശങ്കരനാരായണൻ തമ്പി ഹാൾ പരിപാലനം PWDക്ക് തിരിച്ചു നൽകി. അങ്ങനെ ഒരു യൂട്ടേൺ അവിടെ ഉണ്ടായിരിക്കുന്നു എന്നുള്ള കാര്യം മനോരമ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി ഇന്നവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ ദേശാഭിമാനിയുടെ വാർത്ത ഇങ്ങനെയാണ്. PSCയെ തകർക്കാൻ കെട്ടുകഥ, നുണകളുടെ സോഴ്സ് കോൺഗ്രസ് സംഘടന. PSC ഓഫീസിലെ താൽക്കാലിക നിയമനങ്ങൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിയാണ് നടക്കുന്നത്. PSC ക്യാൻറ്റീനിലെ നിയമനങ്ങൾ നടത്തുന്നത് രജിസ്ട്രേഡ് സൊസൈറ്റിയാണ്. രാജ്യത്തെ ഏറ്റവും മികച്ച സർക്കാർ തൊഴിൽ റിക്രൂട്ട്മെന്റ് ഏജൻസിയായ കേരള PSCയുടെ വിശ്വാസ്യത തകർക്കാൻ ആസൂത്രിത നീക്കവുമായി കോൺഗ്രസ് അനുകൂല സംഘടനകളും മാധ്യമങ്ങളുമെന്ന് ദേശാഭിമാനി വിമർശിച്ചുകൊണ്ട് ഇന്ന് ഒന്നാമത്തെ പേജിൽ വാർത്ത എഴുതിയിട്ടുണ്ട്. മാധ്യമം പത്രത്തിലേക്ക് വന്നാൽ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് മാധ്യമം ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി കൊടുത്തിരിക്കുന്നത്. വിഴിഞ്ഞം ഓഹരി കൈമാറ്റം ഉപകരാറിന് നീക്കം എന്നാണ്. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സമിതിയും വിദഗ്ധ സമിതിയും പരിശോധിക്കും എന്നുള്ള കാര്യം പറയുന്നു. അതായത് ഇത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നത്തിൽ സർക്കാരിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാവുന്നത് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലൊരു സമിതി ഈ ഉപകരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അന്വേഷിക്കും എന്നുള്ളതാണ് മാധ്യമം പത്രം ഒന്നാമത്തെ പേജിൽ പ്രധാനപ്പെട്ട വാർത്തയായി റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനുശേഷം ദേശാഭിമാനിയിലൊരു വാർത്തയുണ്ട്. അത് ദിവ്യ S. അയ്യരെ മാറ്റിയത് അദാനിക്ക് വേണ്ടിയാണ് എന്നുള്ള കാര്യം കൂടി പറയുന്നു. ഓഹരി വിൽപ്പനയിൽ പ്രതികരിക്കാതെ മുഖ്യമന്ത്രി അറിയാതെ കമ്പനി കരാറുണ്ടാക്കാൻ കഴിയില്ല എന്ന് ലത്തീൻ അതിരൂപതയും പറഞ്ഞ വാർത്ത കൂടി പറഞ്ഞുകൊണ്ടാണ്. അതായത് വിഴിഞ്ഞം പോർട്ടിൻ്റെ നേരത്തെ ചുമതലയുണ്ടായിരുന്ന IAS ഉദ്യോഗസ്ഥയായ ദിവ്യ S. അയ്യരെ മാറ്റിയത് അദാനിക്ക് വേണ്ടിയാണ്. അതിനു മുൻപ് അദാനിക്ക് അവിടെ ഓഹരി കൈമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്താൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തിയെന്ന് ദേശാഭിമാനി ആരോപിക്കുന്നുണ്ട്. തൂഫാനെതിരെ ലഹരി സംഘം എന്നൊരു വാർത്ത ഇന്ന് മാതൃഭൂമിയിലുണ്ട്. അതായത് തൂഫാനുമായി ബന്ധപ്പെട്ട് ലഹരി മുക്തമാക്കാനുള്ള ശ്രമം വളരെ സംഘടിതമായി വളരെ മികച്ച രീതിയിൽ മുമ്പോട്ട് പോകുന്നൊരു സാഹചര്യമാണ് ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തുണ്ടാകുന്നത്. പക്ഷേ അതിനെതിരെ ലഹരി സംഘങ്ങൾ നേരിട്ടിടപെടാൻ തുടങ്ങി എന്നുള്ളതാണ്. വനിതാ SI ഉൾപ്പെടെയുള്ളവർക്ക് ആക്രമണം, അവരെ മർദ്ദിച്ച് കൊലപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. പാലക്കാടും കോഴിക്കോടും കോട്ടയത്തും എറണാകുളത്തും അങ്ങനെ 4 സ്ഥലങ്ങളിൽ ഇങ്ങനെ പോലീസിന് നേരെ ആക്രമണം ഉണ്ടായി എന്നുള്ള വാർത്തയാണ് പറയുന്നത്. അതായത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഈ ലഹരി സംഘങ്ങൾ പോലീസിന് നേരെ തിരിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് മാതൃഭൂമി ഇന്ന് അവരുടെ ഒന്നാമത്തെ പേജിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തയായും ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സർക്കാരിന് മുന്നോട്ട് പോകാം എന്നൊരു വാർത്ത സുപ്രഭാതത്തിലുണ്ട്. അത് അതിവേഗ റെയിൽവേയുമായി ബന്ധപ്പെട്ട ആ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ്. ശ്രീധരൻ്റെ അതിവേഗ റെയിൽ പദ്ധതി മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് ഉപസമിതി വിലയിരുത്തി റിപ്പോർട്ട് 2 ആഴ്ചക്കകം നൽകാനാണ് തീരുമാനം
തീരുമാനിച്ചിരിക്കുന്നതെന്ന് സുപ്രഭാതം ഒന്നാമത്തെ പേജിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തയായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സർക്കാരുമായി ബന്ധപ്പെട്ട് മറ്റൊരു വാർത്ത കൂടി സുപ്രഭാതത്തിലുണ്ട്. അത് ഈ ജയിലോട്ടം എന്നാണ്. സ്വന്തമായി വാഹനമില്ലാത്ത 15 ജയിലുകളാണ് കേരളത്തിലുള്ളത് എന്ന് പറയുന്നു. തടവുകാരെ ആശുപത്രിയിൽ എത്തിക്കുന്നത് ഓട്ടോ അടക്കം സ്വകാര്യ വാഹനങ്ങളിലാണ് എന്നുള്ള കാര്യം കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് സുപ്രഭാതം അത്തരമൊരു വാർത്ത കൂടി. മറ്റു പത്രങ്ങളിൽ കാണാത്തൊരു വാർത്തയാണ് അത്. കെ ഷിൻഡുലാലിൻ്റെ ബൈലൈനിലൊരു വാർത്ത നമുക്ക് അവിടെ കാണാൻ കഴിയും. അത് കഴിഞ്ഞാൽ വീണ്ടും ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം മുതൽ ചർച്ചയായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്ത ഇടതു മുന്നണിയിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ചാണ്. അതിൽ ജനയുഗം തന്നെ ആ വാർത്ത ഇന്ന് അവരുടെ ഒന്നാമത്തെ പേജിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രതിപക്ഷ ഉപനേതാവ് പദവി ഇടതുപക്ഷ മുന്നണിക്കകത്ത് ചർച്ച ചെയ്യണമെന്ന് പി സുനീർ പറഞ്ഞ കാര്യമാണ്. CPIയുടെ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിയാണ് പി സുനീർ പറഞ്ഞ വാർത്ത ജനയുഗം അവരുടെ ഒന്നാമത്തെ പേജിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തയായി ഇന്ന് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അതിൻ്റെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള അതിൻ്റെ ഒരു പ്രത്യേകത കൂടി പറഞ്ഞുകൊണ്ടാണ് ജനയുഗം ആ വാർത്ത ഒന്നാമത്തെ പേജിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മാതൃഭൂമിയിൽ പറയുന്നത് ഇടയൽ എന്നാണ്. LDF യോഗം ചേരാത്തതിലും പ്രതിപക്ഷ ഉപനേതൃപദവി തീരുമാനമാകാത്തതിലും CPIക്ക് കടുത്ത എതിർപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഇടയൽ എന്ന വാർത്ത ഇന്ന് മാതൃഭൂമി അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തലക്കെട്ടായി ഇന്ന് മാതൃഭൂമി കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ജന്മഭൂമി പറയുന്നത് പിണറായി പക്ഷത്തിന് കാലിടർന്നു എന്നുള്ളതാണ്. CPMൽ വിഭാഗീയത ശക്തം എന്ന് ജന്മഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിയിൽ നിന്ന് കരകയറാതെ CPM VS പക്ഷത്തെ വെട്ടിനിരത്തി പിണറായി പക്ഷത്തിന് ഒടുവിൽ കാലിടർന്നു. പാർട്ടിക്കും നേതൃത്വത്തിനും സംഘടനാപരമായി നയപരമായി ഉണ്ടായ വീഴ്ചകൾ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളടക്കം ഉയർത്തി കാണിക്കുന്നു എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് ജന്മഭൂമി ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. മംഗളത്തിൽ പറയുന്നത് പാർട്ടി വിട്ട വിമതരെ ചൊല്ലി CPMൽ ഭിന്നത എന്നാണ്. തിരുത്തിയാൽ തിരിച്ചു വരാമെന്ന് MV ജയരാജൻ, പുറത്തുപോയവർ വഞ്ചകരെന്ന് ഗോവിന്ദൻ. ഇത്തരത്തിലുള്ള രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടായതിൻ്റെ ശേഷമുള്ള വാർത്ത എന്ന നിലക്കാണ് പാർട്ടി വിട്ട വിമതരെ ചൊല്ലി CPMൽ ഭിന്നത എന്ന് മംഗളം പത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തയായി ഇന്ന് അത് നമുക്ക് കാണാൻ കഴിയും. ഇനി മറ്റ് ചില വാർത്തകളിലേക്ക് പോയാൽ ജനയുഗത്തിലെ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട തലക്കെട്ട് എന്ന് പറയുന്നത് മോഡി മൗനവ്രതത്തിൽ എന്നാണ്. രാമക്ഷേത്ര കാണിക്ക മോഷണം, സംഘടിത മോഷണത്തിന് കളമൊരുക്കി ഭരണസമിതി, ക്ഷേത്ര ട്രസ്റ്റ് രൂപീകരിച്ചത് കേന്ദ്ര സർക്കാർ എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇന്നിപ്പോൾ വളരെ നിർണായകമായ യോഗം ഈ വിഷയത്തിൽ നടക്കാനിരിക്കെ വളരെ ശക്തമായി രാഷ്ട്രീയമായി തന്നെ ജനയുഗം അവരുടെ ഒന്നാമത്തെ പേജിൽ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. മോഡി മൗനവ്രതത്തിൽ ഇതുവരെ ഒരക്ഷരം ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ജനയുഗം ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ചമ്പത് റായ്ക്ക് കുരുക്ക് മുറുകുന്നു എന്നുള്ളതാണ് ചന്ദ്രിക അവരുടെ ഒന്നാമത്തെ പേജിൽ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. രാമചരിത മാനസം വഴിപാടായി നൽകിയത് മുൻ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയാണ്. അതടക്കം അതിന് ഏതാണ്ട് 5.5 കോടി രൂപ വില വരുന്നതാണ്. അതടക്കം കാണാനില്ല എന്ന കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് ചന്ദ്രിക ആ വാർത്ത അവരുടെ ഒന്നാമത്തെ പേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനുശേഷം സുപ്രഭാതം പറയുന്നത് ശ്രദ്ധ തിരിക്കാൻ ഗൂഢസംഘ നീക്കം എന്നാണ്. ഇത്രയൊക്കെ പ്രശ്നമുണ്ടായിട്ടും അവിടുത്തെ ശ്രദ്ധ, അല്ലെങ്കിൽ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പോഴത്തെ വിവാദത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ഗൂഢസംഘം പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ആരോപണം ഉന്നയിച്ച പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ അന്വേഷണം വേണമെന്ന് VHPയുടെ ആവശ്യം. തെളിവെടുപ്പുകളും വെളിപ്പെടുത്തലുകളും തെളിവുകളും വന്നതോടുകൂടി വെട്ടിലായി ട്രസ്റ്റിലെ ഉന്നത ഉദ്യോഗസ്ഥർ എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ടാണ് സുപ്രഭാതം ഒന്നാമത്തെ പേജിൽ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ചന്ദ്രികയിൽ മറ്റൊരു വാർത്ത കൂടിയുണ്ട്. അത് സുഗതൻ തെറിക്കും വെട്ടിലായി BJP എന്നുള്ളതാണ്. കാപ്പ കേസിൽ ജാമ്യമില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലറായിട്ടുള്ള സുഗതന് ജാമ്യമില്ലാതായതോടുകൂടി BJPയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി അവിടെ ഉണ്ടാകുന്നു. ഭൂരിപക്ഷം തെളിയിക്കാൻ ഉൾപ്പെടെ വലിയ പ്രശ്നങ്ങളുണ്ടാകും എന്ന കാര്യം കൂടി ചന്ദ്രിക അവരുടെ ഒന്നാമത്തെ പേജിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മംഗളത്തിൽ മറ്റൊരു വാർത്തയുണ്ട്. അത് ഹോമൂസ് കടക്കാൻ ഫീസ് എന്നുള്ളതാണ്. സുരക്ഷയ്ക്കും പരിസ്ഥിതി സംരക്ഷണത്തിനും വേണ്ടിയെന്ന് ഇറാൻ അംഗീകരിക്കില്ലെന്ന് US. അതായത് ഇപ്പോഴും ഇറാൻ അമേരിക്ക സംഘർഷവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കുറയുന്നില്ല, അല്ലെങ്കിൽ അത് ഏറിയും കുറഞ്ഞും അത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മംഗളപത്രത്തിലെ ആ വാർത്ത കാണുമ്പോൾ നമുക്കിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അയലത്ത് കലാപം എന്നാണ് വീക്ഷണം ഇന്ന് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ട് മറ്റു പത്രങ്ങളിൽ കണ്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ്. പാക് അധീന കശ്മീരിൽ സർക്കാരിനെതിരെ 10,000 തെരുവിലിറങ്ങി എന്നുള്ളതാണ്. പ്രതിഷേധക്കാർക്ക് നേരെ വെടിവെപ്പ്, 1 മരണം. പ്രതിഷേധം ശക്തമായതോടെ സൈന്യം പിൻവാങ്ങുന്നു എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അയലത്ത് കലാപം എന്ന പേരിൽ വീക്ഷണം ഇന്ന് വാർത്ത
റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മാതൃഭൂമിയിൽ ഒരു വാർത്ത എമ്പുരാനെ എന്നാണ്. അത് സ്പോർട്സുമായി ബന്ധപ്പെട്ടാണ്. അത് പരാഗ്വേക്കെതിരെ ഇന്നലെ ഫ്രാൻസ് വിജയിച്ചതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിൽ തന്നെ എംബപ്പെ 19 ഗോൾ നേടിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് എമ്പുരാനെ എന്ന ഹെഡ്ലൈൻ പെടുന്നത്. മറ്റു പത്രങ്ങളിലും ഉണ്ട്. ഞാൻ സമയക്കുറവുണ്ട് ഒരു സ്പോർട്സിൽ ആ വാർത്ത മാത്രമാണ് പറയുന്നത്. രണ്ട് എഡിറ്റോറിയൽ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അതിലൊന്ന് മാതൃഭൂമിയിലെ എഡിറ്റോറിയലാണ്. അത് തൊഴിൽ ചൂഷണത്തിന് നിയമബലം എന്നാണ്. പുത്തൻ സാമ്പത്തിക നയങ്ങളും പുതിയ തൊഴിൽ കോഡുകളും ദ്രംഷ്ടകൾ ആഴ്ത്തിയ ഇന്ത്യൻ വ്യവസ്ഥയിൽ ഇനി തൊഴിലിൻ്റെ സുരക്ഷിതത്വം പകൽക്കിനാവായി മാറും എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം കോറോ മെഡിക്കൽ എന്ന ഇവിടെ കേരളത്തിൽ ഏതാണ്ട് 1000-നടുത്ത് ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണ്. തൊഴിൽ നിയമങ്ങൾ ഇത്രത്തോളം രൂക്ഷമായ സ്ഥിതി അത് തൊഴിലാളികളെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണെന്നാണ് ഇന്നിപ്പോൾ മാതൃഭൂമി അവരുടെ എഡിറ്റോറിയലിൽ പറയുന്നത്. സുപ്രഭാതത്തിൻ്റെ എഡിറ്റോറിയൽ കൂടി പറഞ്ഞ് അവസാനിക്കാം. ഈ സമരം തോൽക്കാൻ പാടില്ല എന്നാണ് സുപ്രഭാതത്തിൻ്റെ എഡിറ്റോറിയൽ. അത് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരവുമായി ബന്ധപ്പെട്ടാണ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച അടക്കമുള്ള ഗുരുതര വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കോക്രോച്ച് ജനതാ പാർട്ടി ഇപ്പോഴും ഡൽഹിയിൽ സമരം തുടരുകയാണ്. ആ സമരം തോൽക്കാൻ പാടില്ല, പൊതുസമൂഹം അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ടതാണ് എന്നാണ് സുപ്രഭാതം ഇന്ന് അവരുടെ എഡിറ്റോറിയലിൽ പറയുന്നത്. അങ്ങനെ നിരവധിയായ വാർത്തകൾ, പ്രത്യേകിച്ച് കേരളത്തിനകത്തും അത് കേരളത്തിന് പുറത്തുമുള്ള നിരവധി വാർത്തകളുണ്ട്. ഇന്നിപ്പോൾ സംഭവിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന മണിക്കൂറുകളിൽ വാർത്തകളാകുന്ന കാര്യങ്ങൾ കൂടി പത്രങ്ങൾ പറയുന്നുണ്ട്. ഇനി തിരിച്ച് സേതുവിലേക്ക്.